ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ സെക്കൻഡ് വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് നോർത്ത് വെയിൽസിലേക്കാണ്. അതായത് UK തന്നെ പാർട്ടായിട്ടുള്ളൊരു കൺട്രിയാണ് വെയിൽസ്. വെയിൽസിൻ്റെ തന്നെ നോർത്തേൺ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. UK പാർട്ടാണെങ്കിലും ഇംഗ്ലണ്ടിനെ വെച്ച് നോക്കുമ്പോൾ വെയിൽസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റീജിയനാണ്. അവർക്ക് അവരുടേതായ ഡിസ്റ്റിങ്ക്റ്റീവ് ട്രഡീഷനും കൾച്ചറും എന്തിനു പറയുന്ന ലാംഗ്വേജ് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയിൽസിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ സ്ഥലപ്പേരുകൾ വായിക്കാനും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും വായിക്കാൻ നമ്മൾ പ്രയാസപ്പെടും, കാരണം പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ആദ്യം പോയത് പോൺസിസ്റ്റൈൽ അക്വാഡക്റ്റിലേക്കാണ്. ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഈ സ്ഥലത്തിൻ്റെ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ വെൽഷിൽ പോൺകർ സൽറ്റെ എന്നാണ്. ഇവിടെ പണിയെടുത്ത ലേബേഴ്സിൻ്റെ ഫിസിക്കൽ എഫേർട്ടും അവരുടെ കോൺട്രിബ്യൂഷനെയും സിംപിളൈസ് ചെയ്യുന്നൊരു സ്ട്രക്ചറാണിത്. ഈ അക്വാഡക്റ്റ് ഒരു എൻജിനീയറിംഗ് മാസ്റ്റർ പീസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബ്രിട്ടനിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് അക്വാഡക്റ്റും വേൾഡിലെ തന്നെ ഹയസ്റ്റ് കനാൽ അക്വാഡക്റ്റുമാണ് ഇത്. ലാംഗൂത്ലൻ എന്നാണ് ഈ കനാലിൻ്റെ പേര്. ഈ ഓവറോൾ സൈറ്റ് ഏകദേശം 11 മൈൽസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ബോട്ട്സ് ഹയർ ചെയ്തിട്ട് ഈ സൈറ്റ് മൊത്തം കാണാൻ സാധിക്കും. ഇവിടെ നിന്നുള്ള വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആണ്. താഴെ കാണുന്ന റിവർ ദീ ആണ്. അപ്പോൾ ഈ വാലീനെ പറയുന്ന പേരാണ് ദീ വാലി. നമ്മൾ വന്നത് ഓട്ടം സീസണിൻ്റെ ബിഗിനിങ്ങിലായതുകൊണ്ട് പല കളേഴ്സിൽ നമുക്ക് ആ വാലി കാണാൻ സാധിച്ചു. അതായത് ട്രീസൊക്കെ കളർ മാറി യെല്ലോയും ഓറഞ്ചും റെഡും ഒക്കെ ആയിട്ട് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് വാലിയിൽ നിന്ന് കിട്ടുക. അക്വാഡക്റ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഒരു ട്രക്കിംഗ് ട്രെയിലുണ്ട്. നമുക്ക് ഈ 11 മൈൽസും ട്രക്ക് ചെയ്യാം. നമ്മൾ അത്രയൊന്നും പോയില്ല, പക്ഷേ കുറച്ച് ദൂരം നടന്ന് നമ്മൾ ഈ റിവർ ദീയുടെ ഒരു സൈഡിൽ വന്നു. അവിടെ നിന്ന് അക്വാഡക്റ്റിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടി, വിച്ച് വാസ് വെരി സ്റ്റണ്ണിങ്. നമ്മുടെ ഈ ട്രിപ്പ് ഒരു റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെയിൽസിലെ ബെസ്റ്റ് ഡ്രൈവിംഗ് റോഡ്സ് ഒന്നായ A4086 ഇനി പോകുന്നത്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ലാൻബെറസ് പാത്ത്. ലാൻബെറസ് അല്ല, ക്ലാൻബെറസ്. നമ്മൾ ഈ ട്രിപ്പ് പോയ ദിവസം വെതർ അത്യാവശ്യം മോശമായിരുന്നു. സ്റ്റോം മോർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും വെതർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് മഴ, ചില സമയത്ത് സൺലൈറ്റ് ഉണ്ടാവും, വെയിലുണ്ടാവും, ചില സമയത്ത് ആകെ ഡള്ളായിട്ടിരിക്കും. പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് നല്ല വിൻഡിയായിരുന്നു.
ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡെന്ന് പറയുന്നത് ലാൻബെറിസ് പാസ് അല്ല, അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നുള്ള റോഡാണ്. പക്ഷേ ഇവിടുത്തെ വ്യൂസ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആസ് യു ക്യാൻ സീ, നമ്മൾ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് വളരെ റിലാക്സ് ആയിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് നിർത്താൻ തോന്നുന്ന സ്ഥലത്ത് നിർത്തി അവിടെ എൻജോയ് ചെയ്ത് പതിയെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് എത്തി. ഫുൾ ബ്രൗൺ ആൻഡ് ഓറഞ്ച് ആയിട്ടുള്ളൊരു ടെറൈൻ. ഓട്ടം സീസണിൽ വന്നാൽ ഇങ്ങനെയുള്ളൊരു കളർ കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഫൈനലി നമ്മൾ ലാൻബെറിസ് പാസ് എൻ്റർ ചെയ്തു. സ്നോഡൻ മൗണ്ടൻ റേഞ്ചസിൻ്റെ ക്ലോസ് ആയിട്ട് വരുന്ന ഒരു റൂട്ടാണ് ഇത്. ഏകദേശം ഒരു 5 മൈല് ഈ ഒരു സ്ട്രെച്ച് പോകുന്നുണ്ട്. അതായത് വെയിൽസിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് പാത്തായിട്ട് ഈ റോഡിനെ കൺസിഡർ ചെയ്യാം. കാരണം 2 ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ആയിട്ടുള്ള സ്നോഡനും ആൻഡ് ഗ്ലൈഡർ, അങ്ങനെ 2 മൗണ്ടൻ റേഞ്ചസിൻ്റെ ഇടയിലാണ് ഈ റോഡ് വരുന്നത്. ബെസ്റ്റ് ഡ്രൈവിംഗ് റോഡ്സ് ഇൻ വെയിൽസ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നോ സിഗ്നൽസ് ഓൺ ഫോൺ. ലാസ്റ്റ് ഐസ് ഏജിൻ്റെ സമയത്ത് ഗ്ലേഷ്യൽ ഇറോഷൻ നടന്ന് ഐസെല്ലാം മെൽറ്റ് ചെയ്ത് ഈ വാലി ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ മെൽറ്റ് ചെയ്ത ഐസ് ഈ വാലിയുടെ ഒരു പാർട്ട് ഫുള്ള് കവറായി. അവിടെ പിന്നീട് ഒരു ലേക്കായിട്ട് ഫോം ചെയ്തു. ആ ലേക്കാണ് ലിംപാഡർ. ആ ലേക്കാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. നമ്മളവിടെ ചെന്നപ്പോൾ കുറച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂറിനായിട്ട് വന്നേക്കുന്നത് കണ്ടു. അവർ പാഡ്ലിംഗ് ചെയ്യാൻ പഠിക്കുകയാണ്. വളരെ കാം ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു ലേക്കാണ് അവിടെ. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ നമ്മളിവിടെ വന്നത് ഒരു സാധനം അന്വേഷിച്ചാണ്. ഇതാണ് ആള് അത്യാവശ്യം ഫേമസ് ആണ്. ദ ലോൺ ബിർച്ച് ട്രീ. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും വാക്കേഴ്സിൻ്റെയൊക്കെ ഇടയിൽ ദ ലോൺലി ട്രീ എന്ന പേരിൽ ഈ ട്രീ അത്യാവശ്യം ഫേമസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ട്രീസ് ഇൻ ദി വെയിൽസ്. വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ബേർഡ്സിൻ്റെ ശബ്ദവും ഡ്രമാറ്റിക് മൗണ്ടെയ്ൻസും ഈ വെള്ളം കരയിൽ ഇങ്ങനെ വന്നടിക്കുമ്പോഴുള്ള ശബ്ദമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അടുത്തത് പോകുന്നത് കോൺവിയിലേക്കാണ്. കോൺവി ഒരു മിഡീവിയൽ ടൗൺ ആണ്.
അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണാം. സീ യു ദെൻ. ബൈ.